മറിയമമ്മ, ഇതാ നമ്മുടെ അമ്മ, ഇതാ നമ്മുടെ അമ്മ, ഇതാ നമ്മുടെ അമ്മ. എന്റെ കുഞ്ഞുമക്കളെ, സഹനങ്ങളിൽ തളരാതിരിക്കുവിൻ. കൈകളിൽ ജപമാല മുറുകെ പിടിക്കുവിൻ. ഞാനൊരമ്മയായതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുവിൻ. ബത്ലഹേം മുതൽ കാൽവരി വരെ സഹനങ്ങൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതം. എന്നിട്ടും ഞാൻ ദൈവപുത്രന്റെ മഹത്വം കാണുവാൻ കാത്തിരുന്നു. അതുകൊണ്ട് എന്നോടൊപ്പം പുത്രന്റെ അടുത്ത് വരുമ്പോൾ പുത്രൻ നിങ്ങളെ തള്ളിക്കളയില്ല എന്ന് എനിക്കുറപ്പുണ്ട്. വോയിസ് ഓഫ് മദർ മേരി. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി മറിയത്തിലൂടെ ക്രിസ്തു ലോകത്തിൽ അവതരിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനു വേണ്ടി ഇതാ സ്വർഗം മറിയമാകുന്ന സഹരക്ഷകയെ വീണ്ടും വീണ്ടും ഉപയോഗപ്പെടുത്തുന്നു. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെയും കാൽവരി മുതൽ കാലത്തിൻ്റെ അന്ത്യം വരെയും മറിയമിത തൻ്റെ പുത്രനിലേക്ക് ജനകോടികളെ വിശുദ്ധീകരിച്ച് ആനയിക്കുന്നു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി മറിയമിത തിരുസഭയിൽ ജാഗ്രതയോടെ ഇടപെടുന്നു. AD 40 സ്പെയിനിൽ യാക്കോബ് സ്ലീഹായ്ക്ക് ദർശനം നൽകിക്കൊണ്ട് ആരംഭിച്ച മറിയത്തിൻ്റെ പ്രത്യക്ഷ ഇടപെടലുകൾ ഈ കാലഘട്ടത്തിലും വളരെ ശക്തമായി തിരുസഭയിൽ തുടരുന്നു. പാപജീവിതം വെടിഞ്ഞ് വിശുദ്ധരായി തൻ്റെ പുത്രനിലേക്ക് ചേരുവാൻ അവളിത മുന്നറിയിപ്പുകളും അടയാളങ്ങളുമായി ചരിത്രത്തിൽ ഇടപെടുന്നു. മറിയത്തിൻ്റെ മുന്നറിയിപ്പുകളെല്ലാം പിന്നീട് നിറവേറുന്നതും നാം ചരിത്രത്തിലൂടെ കണ്ടറിയുന്നു. അപ്പസ്തോലിക കാലം മുതൽ മറിയം നൽകിയ സ്വർഗീയ മുന്നറിയിപ്പുകളിലേക്ക് ലോകമിത പ്രത്യാശയോടെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു. സാത്താൻ്റെ നിഴലാട്ടങ്ങൾ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ മറിയം നൽകുന്ന സൂചനകൾ തിരുസഭയ്ക്ക് ഏറെ ശക്തി പകരുന്നു. തിരുസഭയെ ആക്രമിക്കുവാനും സഭാമക്കളെ ചിതറിക്കുവാനും അവനിത അലറുന്ന സിംഹത്തെപ്പോലെ പാഞ്ഞടുക്കുമ്പോൾ മറിയമിത തൻ്റെ വിമലമായ ഉടയാട വിരിച്ച് മക്കളെ പൊതിഞ്ഞു പിടിക്കുന്നു. ഈ അമ്മയുടെ തണലിലേക്ക് ചേരുന്ന ഒരു ആത്മാവ് പോലും നശിച്ചു പോകുന്നില്ല എന്ന് അമ്മയിത ലോകമെങ്ങും വെളിപ്പെടുത്തുന്നു. ഫാത്തിമയിലെ നമ്മുടെ നാഥയുടെ സന്ദേശം ഇന്നും വളരെ ശ്രദ്ധയോടെ നാം കേൾക്കേണ്ടതുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഓരോ ബലിപീഠത്തിനരികിലും നിങ്ങളെ സ്നേഹത്തോടെ ചേർത്തണയ്ക്കുവാൻ ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ വസ്ത്രം ഏറെ മിന്നിത്തിളങ്ങുന്നതായിരുന്നു. അതിപ്പോൾ കണ്ണീരുകൊണ്ട് കുതിർന്നിരിക്കുന്നു. പാപം വർദ്ധിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയും കാരുണ്യവും അതിലേറെ വർദ്ധിച്ചിരിക്കുന്നു. മക്കളെ, ഒരുങ്ങുവാനും ഒരുക്കപ്പെടുവാനുമുള്ള കാലഘട്ടമാണിത്. സാത്താൻ വലിയ സൂത്രശാലിയാണ്. നിങ്ങളുടെ ബലഹീനതയിൽ അവൻ കണ്ണുവയ്ക്കുന്നു. അതിലൂടെ തകർക്കാൻ കെണിയൊരുക്കുന്നു. ജാഗ്രതയോടെ നിങ്ങൾ തിരുസന്നിധിയിൽ വ്യാപരിക്കുവിൻ.
പരിശുദ്ധമായ അമ്മ സ്നേഹത്തിൻ്റെ അമൃതം നിറയുന്ന പുണ്യതീർത്ഥങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനത്തിന് നാം തുടക്കം കുറിക്കുകയാണ്. മംഗലവാർത്തയിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ സമ്മതം നൽകിയ പരിശുദ്ധ അമ്മ കാൽവരി കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈശോ നൽകിയ ഒരു മഹാദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. യുഗാന്തം വരെയുള്ള എല്ലാ മക്കളുടെയും അമ്മയായി പരിശുദ്ധ മറിയം കാൽവരി മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. ആ ദൈവിക ദൗത്യത്തിനും അമ്മ സമ്മതം നൽകിയതോടെ യുഗാന്തം വരെയുള്ള എല്ലാ മനുഷ്യരും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് അവരെ സഹായിക്കുവാനുള്ള സ്നേഹദൗത്യം അമ്മ ഏറ്റെടുക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലഭിച്ചിട്ടുള്ള ഒരു സ്വകാര്യ വെളിപാടിൽ ഇങ്ങനെ പറയുന്നു: ഈശോയുടെ മരണത്തിൻ്റെ വേദന താങ്ങാനാവാതെ ഹൃദയം പൊട്ടി അമ്മ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അമ്മയുടെ ആത്മാവും ഈശോയോടൊപ്പം സ്വർഗത്തിലെത്തിയെന്നും സ്വർഗത്തിലെത്തിയ അമ്മയോട് പിതാവായ ദൈവം ഒരു ചോദ്യം ചോദിച്ചുമെന്നാണ് ആ സ്വകാര്യ വെളിപാടിൽ പറയുന്നത്. പിതാവായ ദൈവം അമ്മയോട് ചോദിച്ചു, പുത്രനോടൊപ്പം ഈ സ്വർഗത്തിൽ കഴിയണമോ, അതോ പുത്രൻ സ്ഥാപിച്ച സഭയെ സഹായിക്കുവാൻ കുറേ കാലം കൂടി ലോകത്തിൽ ജീവിക്കണമോ? അമ്മ നിശ്ചയമായും പിതാവിനോട് പറഞ്ഞു, പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ആ അവസരത്തിൽ പിതാവ് പരിശുദ്ധ അമ്മയോട് കുറേ കാലം കൂടി ലോകത്ത് ജീവിച്ച് സഭയെ സഹായിക്കുവാൻ ഉപദേശിക്കുകയും അമ്മ വീണ്ടും ഈ ലോകത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അമ്മ അപ്പസ്വലന്മാരെ ഒരുമിച്ച് കൂട്ടി പന്തക്കുസ്തായിക്ക് സജ്ജമാക്കുകയും അവർക്ക് പരിശുദ്ധാത്മാവിനെ നേടിക്കൊടുക്കുകയും ചെയ്തു. ഈ ലോകത്തിലെ ജീവിതം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങിയെങ്കിലും സഭ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടങ്ങളിലെല്ലാം അമ്മ ഈ ലോകത്തിലേക്ക് തൻ്റെ മക്കളെ തേടി വന്നു. ഇങ്ങനെ അമ്മ മക്കളെ തേടി വരികയും അവർക്ക് വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പുതിയ സന്ദേശങ്ങൾ, പുതിയ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിൻ്റെ വിവരണങ്ങളാണ് ഈ തീർത്ഥാടനത്തിൽ നമ്മോടൊപ്പം കടന്നു വരിക. അമ്മയുടെ ലക്ഷ്യം ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുകയാണ്. ഈശോ വീണ്ടും വരും. അന്ന് വിധിയാളനായി വരുന്ന ഈശോയുടെ മുമ്പിൽ നല്ലവരോടൊപ്പം നിന്ന് ഈശോയെ സ്വീകരിക്കുന്നതിന് ലോകത്തുള്ള എല്ലാ മക്കളും സജ്ജമാകണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിശബ്ദയായി വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിച്ചവളായി നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മ ഈശോയുടെ കാലഘട്ടത്തിന് ശേഷം ലോകത്തിലേക്ക് കടന്നു വന്ന് വിവിധങ്ങളായ സന്ദേശങ്ങൾ ലോകത്തിന് നൽകുകയും വിശ്വാസത്തിൽ ഈശോയുടെ പാതയിലൂടെ നടന്നു പോകാൻ ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ വിവരണങ്ങളാണ്, അതിൻ്റെ ആഖ്യാനങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പരിപാടിയിലൂടെ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യാൻ പോകുന്നത്. പരിശുദ്ധ അമ്മ ലോകത്തിലേക്ക് കടന്നു വന്ന ആദ്യ നാളുകളിൽ അമ്മ പറഞ്ഞത് സഭ പണിയാനാണ്. സഭ പണിയുക എന്ന് പറഞ്ഞാൽ ഈശോ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നവരുടെ കൂട്ടായ്മകൾ ഉണ്ടാകണമെന്നാണ്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂട്ടായ്മകളുണ്ടായി. സഭ ശക്തമായി. സഭ ശക്തമായപ്പോഴേക്കും സഭയ്ക്കെതിരായ അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങൾ വ്യാപകമായി. ലോകത്തിൻ്റെ ലൗകികതയുടെ ശക്തികൾ വ്യാപകമായി. അതോടെ സഭ ദുർബലപ്പെട്ടു തുടങ്ങി. വിശ്വാസ ത്യാഗം നടത്തുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു തുടങ്ങി. ഈ പശ്ചാത്തലങ്ങളിൽ വീണ്ടും അമ്മ പുതിയ സന്ദേശങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. സഭ പണിയുക എന്ന സന്ദേശത്തിന് ശേഷം അമ്മ നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം സഭയെ നശിപ്പിക്കാൻ ലോകത്തിൻ്റെ ശക്തികൾ അതിൻ്റെ ആയുധബലവും സൈനിക ശക്തിയും എല്ലാം ഉപയോഗിച്ച് ഒന്നിച്ച് പോരാടിയപ്പോൾ സഭയെ വിശ്വാസത്തിൻ്റെ പാതയിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി കടന്നു വന്ന സംഭവമാണ്. 1200 വിശുദ്ധ പീറ്റർ നൊളാസ്കോ എന്ന അൽമായന് പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞു, സൈനിക ശക്തികളുടെ മുമ്പിൽ അടിമകളാക്കപ്പെടുന്ന ക്രൈസ്തവർ വിശ്വാസത്യാഗം നടത്താതെ അവരെ തിരിച്ചു പിടിക്കാൻ, അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു സമൂഹം ഉണ്ടാകണം, ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാകണം. വിശുദ്ധ പീറ്റർ നൊളാസ്കോ ആരകളിലെ രാജാവ് ജെയിംസിനോട് ചേർന്ന് ഈ സന്യാസ സമൂഹത്തിന്, ഈ താപസ സമൂഹത്തിന് രൂപം കൊടുക്കുകയും അവർ സജീവമായ പ്രവർത്തനത്തിലൂടെ 70,000-ഓളം ക്രൈസ്തവ അടിമകളെ
ആ കാലഘട്ടത്തിൽ 12, 13, 14 നൂറ്റാണ്ടുകളിൽ മോചിപ്പിക്കുകയും ചെയ്തു. ഈ മോചന യാത്രയ്ക്കിടയിൽ, ഈ അധ്വാനത്തിനിടയിൽ പലർക്കും ജീവൻ പോലും ത്യജിക്കേണ്ടി വന്നു. അവരിൽ പലരെയും തിരുസഭ വിശുദ്ധരുടെ പട്ടികയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും കാലം മുന്നോട്ട് പോയി. ലോകത്തിൻ്റെ ലൗകികതയുടെ, സുഖലോലുപതയുടെ പ്രവണതകൾ സഭയുടെ എല്ലാ മേഖലകളെയും വ്യാപിച്ചപ്പോൾ മാനസാന്തരത്തിൻ്റെ, ഉപവാസത്തിൻ്റെ, പരിത്യാഗ പ്രവൃത്തികളുടെ രക്ഷാമാർഗവുമായി അമ്മ കടന്നു വന്നു. സാത്താൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഉത്തരീയം ധരിച്ച് ഞാൻ യേശുവിൻ്റേതാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാനുള്ള സന്ദേശവുമായി അമ്മ കടന്നു വന്നു. അമ്മ നൽകിയ സന്ദേശങ്ങളെല്ലാം സഭ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അനുഭവിച്ച് അഭ്യസിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അഭ്യസിച്ചവരെല്ലാം അമ്മ ഉറപ്പ് നൽകിയ ആ വാഗ്ദാനങ്ങൾ നിറവേറുന്നത്, ജീവിതത്തിൽ നിറവേറുന്നത്, സമൂഹത്തിൽ നിറവേറുന്നത്, കുടുംബത്തിൽ നിറവേറുന്നത് കണ്ടു. അതിന് സാക്ഷികളായി മാറി. ഉത്തരീയം ധരിച്ച് അമ്മയുടെ സഹായം തേടി ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിട്ട നിരവധി വിശുദ്ധർ നമുക്ക് മുമ്പിൽ ഉണ്ട്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി, വിശുദ്ധ ജോൺ ബോസ്കോ തുടങ്ങിയവർ ധരിച്ചിരുന്ന ഉത്തരീയം അവരുടെ മരണത്തിന് ശേഷം, സംസ്കാരത്തിന് ശേഷം അവരെ അടക്കിയ കല്ലറ തുറന്നപ്പോൾ അഴുകാതിരിക്കുന്നതായി തിരുസഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉത്തരീയത്തിൻ്റെ ശക്തി അമ്മ ആവർത്തിച്ച് ലോകത്തെ പരിചയപ്പെടുത്തി. അതിനുശേഷമാണ് അമ്മ യേശുവിൻ്റെ ജീവിത രഹസ്യങ്ങളുടെ ധ്യാനമായ ജപമാല പഠിപ്പിച്ചു കൊണ്ടുവന്നത്. 1208 വിശുദ്ധ ഡൊമിനിക്കന് ഫ്രാൻസിൽ വെച്ച്, ഫ്രാൻസും സ്പെയിനും, ഇന്നത്തെ ഫ്രാൻസും സ്പെയിനും ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമാണ് പ്രോവിൽ, ആ പ്രദേശത്ത് വെച്ച് ജപമാല നൽകി. ജപമാല പിന്നീടുള്ള സഭയുടെ യാത്രയിലുടനീളം ഏത് പ്രതിസന്ധിയിലും വിശ്വാസികളുടെ കരുത്തും ബലവും ആശ്രയവുമായിരുന്നു. ജപമാല ചൊല്ലി കോട്ടകൾ കീഴടക്കുന്നത്, സാമ്രാജ്യങ്ങൾ കീഴടക്കുന്നത്, വിശ്വാസത്തിന് കടന്നു ചെല്ലാനാവാത്ത കോട്ടക്കൊത്തളങ്ങൾ സഭ നേടുന്നത് ചരിത്രത്തിൽ സാക്ഷികളായിട്ടുണ്ട്. ഈ സാക്ഷ്യങ്ങളുടെ വിവരണങ്ങൾ ചരിത്രരേഖകൾ സഹിതം നാം കാണാനും അനുഭവിക്കാനും പോവുകയാണ്. ഇതൊക്കെ ഇന്നലകൾക്ക് വേണ്ടി അമ്മ പറഞ്ഞ സന്ദേശങ്ങളല്ല. ഇത് ഇന്നും പ്രസക്തമായ സന്ദേശങ്ങളാണ്. ഈ സന്ദേശങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ, ആധുനിക ലോകത്തിൻ്റെ നൊമ്പരങ്ങളെ, ആധുനിക ലോകത്തിൻ്റെ അവസ്ഥയെ അമ്മ 3ആയി തരംതിരിച്ചു. ആ അവസ്ഥകളെക്കുറിച്ച് അമ്മ പറഞ്ഞത് ധാർമ്മിക അപജയം, ദുരന്തം, യുദ്ധം എന്നിവയാണ്. യുദ്ധങ്ങൾക്കോ ദുരന്തങ്ങൾക്കോ ധാർമ്മിക അപജയങ്ങൾക്കോ ഉദാഹരണങ്ങൾ വേണ്ടാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ തിരിഞ്ഞാലും ധാർമ്മിക അപജയങ്ങളുടെ പുതിയ മുഖങ്ങൾ നാം കാണുന്നു. ഇതിന് പരിഹാരമുണ്ട്. ഈ ധാർമ്മിക അപജയങ്ങൾ സാത്താൻ്റെ ഒരു ആധിപത്യത്തിൻ്റെ അടയാളങ്ങളാണ്. നമുക്ക് സാത്താൻ്റെ ആധിപത്യങ്ങളെ കീഴടക്കാൻ സാധിക്കും. അതിനുള്ള ആയുധങ്ങൾ അമ്മ തന്നിരിക്കുന്നു. ജപമാല, ഉത്തരീയം, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയോട് പറഞ്ഞു, നാം ലോകത്തിൻ്റെ ആയുധങ്ങൾ സ്വീകരിക്കുന്നവരല്ല, നാം സ്വീകരിക്കുന്നത് സ്വർഗത്തിൻ്റെ ആയുധങ്ങളാണ്. ഈ സ്വർഗത്തിൻ്റെ ആയുധങ്ങൾക്ക് ഏത് ദുർഗമങ്ങളായ കോട്ടകളെയും കീഴടക്കാൻ സാധിക്കുമെന്ന് യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വാസമുണ്ട്. അമ്മ പറഞ്ഞു തരുന്നത് ഇതാണ്. യേശുക്രിസ്തുവിൽ ശക്തമായ സമരായുധങ്ങൾ അമ്മ നമുക്ക് തരുന്നു. ആ സമരായുധങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ പരമ്പരയിൽ. ആ സമരായുധങ്ങളിലൂടെ സഭ നേടിയ വിജയങ്ങളുടെ കഥകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ പരിപാടികളിലൂടെ. ഈ പരിപാടികളിലൂടെ നമുക്ക് ഈ ആയുധങ്ങളുടെ ശക്തി മനസ്സിലാക്കാനും അവയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ സ്വർഗീയ ആയുധങ്ങൾ ഉപയോഗിച്ച് സാത്താൻ്റെ അതിപ്രസരത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനും ഈശോയുടെ 2ാം വരവിന് സജ്ജമാകാനും സാധിക്കട്ടെ. ആമേൻ. മറിയത്തിൻ്റെ പ്രത്യക്ഷ സന്ദേശങ്ങളിലെല്ലാം നിഴലിക്കുന്നത് മനുഷ്യകുലത്തിനെ ക്രിസ്തുവിൻ്റെ 2ാം വരവിനായി ഒരുക്കുക എന്ന സ്വർഗീയ ദൗത്യമാണ്. സാത്താൻ ഒരുക്കുന്ന കെണിയിൽപ്പെടാതെ ജാഗ്രതയോടെ ജീവിക്കുവാനും കൂദാശ ജീവിതവും അനുതാപവും വഴി തിരുസഭയോട് ചേർന്ന് നിൽക്കുവാനും മറിയം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇരുളിൽ വഴിയറിയാതെ ഉഴലുന്ന മക്കളുടെ മുൻപിൽ പ്രഭാതതാരമായ മറിയം ഇതാ സ്വർഗത്തിൻ്റെ ദൂതുമായി തെളിഞ്ഞു നിൽക്കുന്നു. സ്വർഗം നമുക്ക് നൽകിയ, ചരിത്രത്തിൽ നൽകിയ ഏറ്റവും വലിയ കൃപ കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷകനാണ്. ഈ രക്ഷകനോടൊപ്പം
നമുക്ക് രക്ഷകൻ്റെ അമ്മയെയും നൽകി. ഈ രക്ഷകനെ സ്വീകരിക്കാനും ഈ രക്ഷകനിലൂടെ ലഭിച്ച കൃപ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ചറിയാനും സ്വീകരിക്കാനും ഈ അമ്മയുടെ മാതൃക, അമ്മയുടെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുൽക്കൂട്ടിൽ ഒരു ശിശു ജനിച്ചു, രക്ഷകനായ യേശുക്രിസ്തു. പക്ഷേ അവിടെ എത്തിയ ആട്ടിടയന്മാരായാലും ജ്ഞാനികളായാലും കണ്ടത് ശിശുവിനെ മാത്രമല്ല, ആ ശിശുവിനോടൊപ്പം ഒരു പിതാവിനെയും ഒരു മാതാവിനെയും കണ്ടു. രക്ഷിക്കപ്പെട്ട ഒരു കുടുംബം. അപ്പോൾ ഒരു മാതാവിൻ്റെ പിറവി ഒരു പിതാവിൻ്റെ പിറവി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പിറവിയാണ് പുൽക്കൂട്ടിൽ ആഘോഷിക്കപ്പെടുന്നത്. രക്ഷണീയ കർമ്മങ്ങളിൽ ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗഭാഗിത്വം നാം കാണും. അവസാനം കുരിശിൽ ഇത് കുറേ കൂടി പൂർണ്ണമായി നമുക്ക് വ്യക്തമാവും. ഇതാ നിൻ്റെ അമ്മ എന്നുള്ള കർത്താവിൻ്റെ അവസാനത്തെ മൊഴി നമുക്ക് വലിയ പ്രത്യാശയുടെ ഒരഭിഷേകമാണ് അവിടെ ലഭിക്കുന്നത്. നമുക്ക് എന്നേക്കും ഒരമ്മയുണ്ട്. നാം ആരും അനാഥരല്ല, അനാഥരാവുകയില്ല. നമ്മുടെ പെറ്റമ്മയ്ക്ക് പരിമിതികളുണ്ട്. കാലത്തിൻ്റെ, സമയത്തിൻ്റെ, ഒക്കെ സ്ഥലത്തിൻ്റെ ഒക്കെ പരിമിതികളുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മ, സ്വർഗരാജ്ഞിയായ പരിശുദ്ധ അമ്മ, ഈ അമ്മയ്ക്ക് പരിമിതികളില്ല. ഈ അമ്മ എൻ്റെയും നിങ്ങളുടെയും അമ്മയാണ്. അത് നൽകുന്ന വലിയൊരു ശക്തി, ഒരാത്മധൈര്യം, ഈ ലോകത്തിൽ എന്തിനേയും അതിജീവിക്കാൻ ആവശ്യമാകുന്ന വലിയ ഒരു ഊർജമാണ് ഈ അമ്മ അനുഭവം നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗം നൽകിയ ഈ നിത്യദാനത്തെ വിസ്മരിച്ചുകൊണ്ട് നാം അനാഥരായി ജീവിക്കരുത്. ഈ അമ്മയോട് ചേർന്നുള്ള ഒരു തീർത്ഥാടനം നാം ആരംഭിക്കുകയാണ്. ഈ അമ്മയുടെ ദൗത്യം എവിടെ അവസാനിക്കുന്നു? ഈ അമ്മയുടെ ദൗത്യം അവസാനിക്കുന്നില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം അമ്മ സർവ്വജനപദങ്ങളുടെയും നാഥയാണ്, അമ്മയാണ്. കുരിശിലൂടെ നേടിയ രക്ഷ എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള നിതാന്ത ജാഗ്രതയിൽ അമ്മ മക്കളെ പ്രതിയുള്ള വേവലാതിയിൽ കഴിയുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരം 33.5 വർഷം ഇവിടെ ജീവിച്ചിരുന്ന, ലോകത്തിൽ ജീവിച്ചിരുന്ന ആ ശരീരത്തിൻ്റെ അമ്മ എന്നുള്ള ആ ഒരു പരിമിതമായ അർത്ഥത്തിലല്ല പരിശുദ്ധ അമ്മയെ നാം കാണേണ്ടത്. തുടർന്ന് രൂപീകൃതമായ സഭയെന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരം, ആ ശരീരം രൂപീകരിക്കുന്നതിലും അതിൻ്റെ കൂദാശാകർമ്മം നിർവഹിക്കുന്നതിലും ശിഷ്യഗണത്തെ ഒന്നിച്ചു ചേർത്ത് പ്രേക്ഷിതരാക്കി അയക്കുന്നതിലും പരിശുദ്ധ അമ്മ വലിയ പങ്ക് വഹിച്ചു.
ആ ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകാവസാനം വരെ പരിശുദ്ധ അമ്മ ഈ സഭയുടെ, യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ അമ്മയായി ഈ സഭാ ശരീരത്തെ പോഷിപ്പിക്കുവാൻ ജാഗ്രതയോടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഭ പണിയുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ പരിശുദ്ധ അമ്മ നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. കാരണം യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ആ സഭ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അമ്മയ്ക്കുള്ളതുപോലെയുള്ള വെളിച്ചം മറ്റാർക്കും ലഭിക്കുക സാധ്യമല്ല. അപ്പോസ്തോലിക സഭ, ആ സഭയുടെ രൂപീകരണത്തിൽ, വളർച്ചയിൽ പരിശുദ്ധ അമ്മ വഹിച്ച പങ്കുണ്ട്. അന്നു മുതൽ ഇന്നുവരെ ഈ സഭാ ശരീരത്തെ പോഷിപ്പിക്കുന്നതിൽ പരിശുദ്ധ അമ്മ ജാഗ്രത പുലർത്തുന്നു എന്ന്. ഈ അപ്പോസ്തലിക കാലത്ത് തന്നെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ശിഷ്യന്മാരെ നിറയ്ക്കുന്നതിൽ വഹിച്ച പങ്കുണ്ട്. അതിനുശേഷം പിന്തുടർന്ന് ഇപ്പോൾ സർഗോസായിൽ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു, ബൈലൊക്കേഷൻ വഴിയായിട്ട് ആ സുവിശേഷ വേലയിൽ സഹായിച്ചു. തുടർന്ന് ഇന്നുവരെയും പരിശുദ്ധ അമ്മ ആ ദൗത്യം തുടർന്നു കൊണ്ടേയിരിക്കുന്നു. മക്കൾ അപകടത്തിൽപ്പെടുമ്പോൾ സ്വസ്ഥമായിരിക്കാൻ ഒരു അമ്മയ്ക്ക് സാധിക്കുമോ? അവിവേകത്തിൽ ഈ ലോകത്തിൻ്റെ അരൂപിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ ആ അവിവേകത്തിന് എതിരെ പരിശുദ്ധ അമ്മ മധ്യസ്ഥത വഹിക്കുക മാത്രമല്ല, സമയാസമയങ്ങളിൽ ഇടപെടുന്നുണ്ട്, സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ സഭയെ തകർക്കാൻ വേണ്ടി യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച സാത്താൻ ഇരട്ടി ശക്തിയോടെ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് സഭയെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും അതിലൂടെ സഭാതനയരെ, പരിശുദ്ധ അമ്മയുടെ മക്കളെ തകർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ അമ്മയ്ക്ക് സമാധാനം അനുഭവിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അമ്മയ്ക്ക് ഇന്നുവരെ സ്വസ്ഥതയില്ല. അമ്മ അതുകൊണ്ട് തന്നെ നിത്യ രക്തസാക്ഷിയാണ് എന്ന് പറയാം. മക്കൾ നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുമ്പോൾ, രക്ഷകനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെ സ്വസ്ഥത അനുഭവിക്കാൻ സാധിക്കും? അഗ്നിയിൽ വീണുപോകുന്ന കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ, ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ അമ്മ അഗ്നിയിലേക്ക് എടുത്തു ചാടുന്നത് പോലെ പരിശുദ്ധ അമ്മ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ മക്കൾക്ക് ആവശ്യമാകുന്ന രക്ഷയുടെ മാർഗങ്ങൾ ഉപദേശിക്കുകയും ആ മാർഗങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ. ഇത് ഈ ആരംഭഘട്ടത്തിൽ പള്ളി പണിയുന്നതിനെ പറ്റി എന്ന് പറഞ്ഞാൽ സഭ പണിയുക തന്നെയാണ്. ആരാധനാലയങ്ങൾ പണിയുക, അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ പോഷണം സംഭവിക്കുന്നത്, സഭ പടുത്തുയർത്തപ്പെടുന്നത്. പിന്നീട് ഓരോ കാലഘട്ടത്തിലും പലതരത്തിലുള്ള കൊടുങ്കാറ്റുകൾ ഉയർന്നപ്പോൾ അതിനെതിരെ ആവശ്യമാകുന്ന ഉപദേശങ്ങളുമായി, ആയുധങ്ങളുമായി പരിശുദ്ധ അമ്മ രംഗത്ത് വന്നു. അങ്ങനെയാണ് ജപമാലയും ഉത്തരീയവും അത്ഭുത കാശിരൂപവും പ്രത്യേകമായ ആംസ്റ്റർഡാമിലൊക്കെ പഠിപ്പിച്ചതുപോലെയുള്ള പ്രത്യേകമായ
പ്രാർത്ഥനകളുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അമ്മയോടൊപ്പം ഈ ഒരു യാത്ര നമുക്ക് നടത്താം. ഓരോ കാലഘട്ടത്തിൽ സഭ അഭിമുഖീകരിച്ച വ്യത്യസ്തമായ പ്രതികൂലങ്ങളുണ്ട്. സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള അബദ്ധ പഠനങ്ങളുണ്ട്. പുറത്തു നിന്നുമുണ്ടായിട്ടുള്ള ആക്രമണങ്ങളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളിൽ മുറിവേറ്റ സഭയെ സുഖപ്പെടുത്താനും സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള ആ ആയുധങ്ങൾ തിരിച്ചറിയാനും ആയുധങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് ഈ സഭാ സമൂഹത്തെ പടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള ഈ ഒരു സഞ്ചാരം, ഈ ഒരു യാത്ര, ധ്യാനാത്മകമായ അന്വേഷണം സഹായകമാകുമെന്നതിൽ യാതൊരു സംശയമില്ല. എൻ്റെയും നിങ്ങളുടെയും വിശുദ്ധീകരണമാണ് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ മകൻ, അമ്മയുടെ മകൾ വിശുദ്ധരായിരിക്കണം. ഞാൻ അമ്മേ എന്ന് വിളിക്കുന്നു, പക്ഷേ ആ അമ്മയുടെ ഒരു നന്മയും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ അമ്മയുടെ നിരന്തരമായ ഉപദേശം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അമ്മയെ തീർച്ചയായും നാം നിന്ദിക്കുകയും പരിഹസിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ ഭവനത്തിൻ്റെയും പുറത്തു നിർത്തുകയുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മ ഒരിക്കലും മക്കളെ വിട്ടുപോവുകയില്ല, തള്ളിക്കളയുകയില്ല. ഈ ഒരു വിശ്വാസത്തോടെ അമ്മയുടെ മടിത്തട്ടിൽ നമുക്കണയാം. നമ്മുടെ ജീവിതത്തെ ഉപരിവിശുദ്ധീകരിക്കാം. രക്ഷയുടെ മാർഗങ്ങൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് ഉൾക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭാ സമൂഹത്തെ പോഷിപ്പിക്കുന്നതിൽ മക്കൾക്കടുത്ത ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട്, പ്രേക്ഷിതനടുത്ത ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട്, രക്തസാക്ഷികൾക്ക് അടുത്ത ആ ഒരു ദൗത്യം നിറവേറ്റിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുഗ്രഹീതരായി തീരാൻ ശ്രമിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഈ യാത്രയിൽ ആകമാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ അറിയാത്ത അനേക മക്കൾ, ആ മക്കളെ അമ്മയുടെ മടിത്തട്ടിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന മരിയൻ പ്രത്യക്ഷങ്ങൾ നിരവധിയാണ്. അവയിൽ സഭ അംഗീകരിച്ചതും സഭ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട്. എന്നാൽ സഭ നിരാകരിച്ച പ്രത്യക്ഷ ചരിത്രങ്ങളും നിരവധിയാണ്. തിരുസഭയുടെ നിർമ്മിതിക്കും ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിനും ഉപകരിക്കുന്ന മരിയൻ പ്രത്യക്ഷങ്ങളാണ് സഭയുടെ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെടുകയും അതുവഴി അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. ലോക ചരിത്രത്തിൽ അത്തരത്തിൽ മറിയം ഇടപെട്ട പ്രത്യക്ഷ സന്ദേശങ്ങളിലൂടെയുള്ള ഈ പ്രയാണം വരും എപ്പിസോഡുകളിൽ നാം ഏറെ ഗൗരവപൂർവം ചിന്തിക്കുന്നു. അമ്മേ മരിയേ മാതാവേ, അമ്മയ്ക്കൊപ്പം ഞങ്ങളിതാ. അമ്മേ മരിയേ മാതാവേ, അമ്മയ്ക്കൊപ്പം ഞങ്ങളിതാ. മാനവരക്ഷകനീശോനാഥനെ ആരാധിക്കുന്നു. ദൈവപിതാവിൻ വത്സലപുത്രനെ ആരാധിക്കുന്നു. അമ്മേ മരിയേ മാതാവേ, അമ്മയ്ക്കൊപ്പം ഞങ്ങളിതാ. അമ്മേ മരിയേ മാതാവേ, അമ്മയ്ക്കൊപ്പം ഞങ്ങളിതാ. മാനവരക്ഷകനീശോനാഥനെ ആരാധിക്കുന്നു. ദൈവപിതാവിൻ വത്സലപുത്രനെ ആരാധിക്കുന്നു. അഖില ചരാചര പാലകനാം അൻപിൻ നിറകുടമായവനാം,
അഖില ചരാചര പാലകനാം അൻപിൻ നിറകുടമായവനാം മിശിഹാനാഥനെ മക്കൾ ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹം നിറയും ഹൃദയത്തോടെ ആരാധിക്കുന്നു. അമ്മേ മരിയേ മാതാവേ അമ്മയ്ക്കൊപ്പം ഞങ്ങളിതാ. അമ്മേ മരിയേ മാതാവേ അമ്മയ്ക്കൊപ്പം ഞങ്ങളിതാ. മാനവരക്ഷകനീശോനാഥനെ ആരാധിക്കുന്നു. ദൈവപിതാവിൻ വത്സലപുത്രനെ ആരാധിക്കുന്നു.